ത്രിപുരസുന്ദരി നമ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇന്ന് ചൊവ്വയല്ല വെള്ളിയല്ല, പിന്നെന്താ ഒരു വീഡിയോ എന്ന് അല്ലേ? പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഹനുമാൻ ജയന്തിയാണ്. അപ്പോൾ ഹനുമാനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഹനുമാൻ്റെയും ശനിദേവൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ എങ്ങനെയെന്ന് നോക്കാം. പുരാതന കാലത്ത് ദേവന്മാരുടെയും ഗ്രഹങ്ങളുടെയും ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളും കഥകളും സംഭവിച്ചു കൊണ്ടിരുന്നു. അവയിൽ ഏറ്റവും വിചിത്രവും മനോഹരവുമായൊരു കഥയാണ് ഹനുമാന്റെയും ശനിദേവൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ. ശനിദേവൻ സൂര്യഭഗവാന്റെ പുത്രൻ. തൻ്റെ കഠിന നോട്ടത്തിനും നീതിപാലനത്തിനും പ്രസിദ്ധനായിരുന്നു. ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മനുഷ്യരും ദേവന്മാരും ശനിദേവനെ ഭയപ്പെടുന്നവരായിരുന്നു. മറുവശത്ത് ഹനുമാൻ, അഞ്ജനാദേവിയുടെ പുത്രൻ, ഭക്തിയുടെയും ശക്തിയുടെയും പ്രതീകമായിരുന്നു. ശ്രീരാമനായ തൻ്റെ പ്രഭുവിനോടുള്ള അകമഴിഞ്ഞ ഭക്തി ഹനുമാനെ ലോകമെമ്പാടും പ്രശസ്തനാക്കി. ഹനുമാന്റെ ഹൃദയം കരുണയും ധൈര്യവും നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം ശനിദേവൻ തൻ്റെ ഗ്രഹയാത്രയ്ക്കിടെ ഭൂമിയിൽ എത്തിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ട് പേടിച്ച് മാറി നിന്നു. എന്നാൽ ഹനുമാനാകട്ടെ അങ്ങനെ ചെയ്തില്ല. ശനിദേവനെ ആദരവോടെ വരവേറ്റു. ഹനുമാനെ, നീ എന്നെ പേടിക്കാത്തതെന്ത്? ശനിദേവൻ ചോദിച്ചു. ഹനുമാൻ ശാന്തമായി മറുപടി പറഞ്ഞു. ഭഗവാനെ, ഞാൻ ധർമ്മം പാലിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾ നന്മയുടെ ദൈവമാണ്. ശനിദേവൻ അതുകേട്ട് സന്തോഷിച്ചു. പക്ഷേ ഒരു പരീക്ഷണം നടത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എൻ്റെ ദൃഷ്ടി ഒരിക്കൽ നിനക്കു വീണാൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും, അദ്ദേഹം പറഞ്ഞു. ഹനുമാൻ ചിരിച്ചു. എനിക്ക് ഭയമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അങ്ങനെ ശനിദേവൻ ഹനുമാന്റെ മേൽ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ചു. ഉടനെ തന്നെ ഹനുമാന്റെ ശരീരത്തിൽ ചില വേദനകൾ അനുഭവപ്പെട്ടു. എന്നാൽ ഹനുമാൻ അതിനെ സഹിച്ചു. അവൻ ശ്രീരാമന്റെ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ശനിദേവൻ ഹനുമാന്റെ ചുമലിൽ കയറിയിരുന്നു. ഹനുമാൻ തൻ്റെ ദൗത്യം തുടരുന്നതിനിടെ ശനിദേവൻ കൂടുതൽ ഭാരമായി മാറി. എന്നാൽ ഹനുമാൻ അത് സഹിച്ചുകൊണ്ടിരുന്നു. ഒരു സമയം ഹനുമാൻ ഒരു മല ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ ശനിദേവൻ അവൻ്റെ മേൽ ഇരിക്കുകയായിരുന്നു. ഹനുമാൻ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ചു. പക്ഷേ ശനിദേവന്റെ ഭാരത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അത് കണ്ട ശനിദേവൻ വിസ്മയപ്പെട്ടു. ഹനുമാനെ, നിനക്ക് വേദനയുണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഹനുമാൻ മറുപടി പറഞ്ഞു. ഭഗവാനെ, എനിക്ക് വേദനയുണ്ടെങ്കിലും ഞാൻ എൻ്റെ കർത്തവ്യം ഉപേക്ഷിക്കില്ല. ശ്രീരാമന്റെ സേവനമാണ് എൻ്റെ ജീവൻ. ഹനുമാന്റെ ഈ വാക്കുകൾ കേട്ട് ശനിദേവൻ ആഴത്തിൽ ചിന്തിച്ചു. ഇങ്ങനെ ഭക്തിയും ധൈര്യവും ഒരുമിച്ചുള്ളവനെ അദ്ദേഹം മുമ്പ് കണ്ടിട്ടില്ല. പിന്നീട് ഹനുമാൻ ഒരു വലിയ പാറയുടെ അടിയിലൂടെ ശനിദേവനെയും വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ശനിദേവൻ അതിൻ്റെ ഇടയിൽ കുടുങ്ങി. ശനിദേവന് വേദന അനുഭവപ്പെട്ടു. ഹനുമാനെ, എന്നെ രക്ഷിക്കൂ, ശനിദേവൻ വിളിച്ചു. ഹനുമാൻ ഉടനെ തന്നെ പാറ മാറ്റി ശനിദേവനെ മോചിപ്പിച്ചു. ക്ഷമിക്കണം ഭഗവാനെ, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല, ഹനുമാൻ വിനയത്തോടെ പറഞ്ഞു. ശനിദേവൻ ചിരിച്ചു. ഹനുമാനെ, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. നിന്റെ ഭക്തിയും ശക്തിയും കണ്ടു നീ ശരിക്കും മഹാനാണ്. അതിനുശേഷം ശനിദേവൻ ഹനുമാന് ഒരു വരം നൽകി. എൻ്റെ ദൃഷ്ടിയിൽ പെടുന്നവരാണെങ്കിലും നിന്റെ ഭക്തന്മാരോട് ഞാൻ കഠിനമായി പെരുമാറില്ല. അവരോട് ഞാൻ കരുണ കാണിക്കും. ഹനുമാൻ നന്ദിയോടെ തലകുനിച്ചു. ഇത് നിങ്ങളുടെ മഹത്വമാണ് ഭഗവാനെ.
അന്നു മുതൽ ഹനുമാനും ശനിദേവനും നല്ല സുഹൃത്തുക്കളായി. മനുഷ്യർ ശനിദോഷം ഒഴിവാക്കാൻ ഹനുമാനെ ആരാധിക്കാൻ തുടങ്ങി. ഹനുമാന്റെ ഭക്തിയിൽ ശനിദേവന്റെ കാഠിന്യം കുറയുമെന്ന വിശ്വാസം ഉണ്ടായി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തിയും ധൈര്യവും ഒരുമിച്ചാൽ എത്ര വലിയ പ്രതിസന്ധികളെയും നമുക്ക് ജയിക്കാം. കൂടാതെ യഥാർത്ഥ സൗഹൃദം പരസ്പര ബഹുമാനത്തിലും വിശ്വാസത്തിലും നിന്നാണ് വളരുന്നത്. ഹനുമാന്റെയും ശനിദേവന്റെയും ഈ സൗഹൃദം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നത് ഭയമല്ല, ധർമ്മവും ഭക്തിയും തന്നെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശ്രീ ശിവശക്തിക്ക് രൂപിണ്യേ നമഃ.